ഇതിനു വേണ്ടി സാറിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു നെർവസ് പേഷ്യന്റ് സ്റ്റോറി സാറിന് ഷെയർ ചെയ്യാനുണ്ടോ നമ്മളായിട്ട്? ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് ഓർമ്മ വന്ന ഒരു കേസ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു 1 year ബാക്ക് എന്റെ അടുത്തൊരു പേഷ്യന്റ് വന്നായിരുന്നു. ഹി വാസ് അറൌണ്ട് 18 to 19 years old, ഒരു ടീനേജ് ഒരു പയ്യനായിരുന്നു. അപ്പോ അവന്റെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിരിയിൽ തന്നെയായിരുന്നു അവന്റെ കൺസേൺ ഉണ്ടായിരുന്നത്. അവന് ഒരു ജനറ്റിക് സിറ്റുവേഷൻ അല്ല, ഒരു ടൂത്തിനൊരു മോർഫോളജിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരു കേസായിരുന്നു. ഇറ്റ് ഈസ് കോൾഡ് പെഗ് ലാറ്ററൽസ്. ഓക്കെ, അപ്പോ ഈ നടുക്കത്തെ 2 പല്ലിന് സൈഡിലുള്ള പല്ലുകൾ വളരെ ചെറുതായിരുന്നു. അപ്പോൾ പല്ലുകൾക്ക് തമ്മിൽ സ്പേസിങ് കാണുന്ന ഒരു കേസായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വരുമ്പോൾ ലൈക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഡോക്ടർ എനിക്ക് ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് എൻ്റെ ക്ലാസ്സിലാണെങ്കിലും ഇനി അടുത്ത കോളേജിലേക്ക് പോവാണ്, അപ്പൊ എനിക്ക് എൻ്റെ ചിരി ഒന്ന് റെഡിയാക്കി എടുക്കണം ഡോക്ടർ, എനിക്ക് ഭയങ്കര നെർവസ് ആണ്, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും എനിക്ക് ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, പക്ഷെ എനിക്ക് ഒത്തിരി ചിരിക്കുന്ന ആളുമാണ്. അപ്പൊ എനിക്ക് ചിരിക്കണമെങ്കിൽ തന്നെ എന്റെ അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ഉള്ളിടത്ത് മാത്രം ഞാൻ ഇങ്ങനെ എന്റെ പല്ല് മറന്ന് ഞാൻ ചിരിക്കുന്നത്. പക്ഷെ എനിക്കത് വേണ്ട, എനിക്ക് എല്ലായിടത്തും ചിരിക്കാൻ പറ്റണം എന്നായിരുന്നു. അപ്പോ ഞാൻ ആ ഒരു കേസ് അനലൈസ് ചെയ്തു, ഞാൻ വർക്ക്ഔട്ട് ചെയ്തു. ഐ ഡിഡ് എ കോമ്പോസിറ്റ് സ്മൈൽ കറക്ഷൻ ഫോർ ദാറ്റ് പേഷ്യന്റ്. ഇറ്റ് ടേൺ ഔട്ട് ടു ബി ഗുഡ്. അപ്പോ ഞാൻ ആ കേസ് ചെയ്തതിനു ശേഷം ഞാൻ അവനെ കാണിച്ചു കൊടുത്തു. ആൻഡ് ഹി വാസ് വെരി ഹാപ്പി. ആൻഡ് ആ മൊമെന്ററി അവന് ചേഞ്ച് ഉണ്ടായത് തന്നെ ലൈക്ക് ഞാന് എന്താ പറയണ്ടേന്ന് അറിയില്ല എന്നാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോ ആൻഡ് ഹി വാസ് വെരി കോൺഫിഡന്റ്. ഹി ടേൺ ഔട്ട് ടു ബി വെരി കോൺഫിഡന്റ്. ഹി വാസ് ബിറ്റിൽ മോർ ഹെൽത്തി അറ്റ് ദാറ്റ് പോയിന്റ്. ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഒരു 6 months ശേഷമാണ് ഞാൻ അദ്ദേഹത്തിന് വീണ്ടും കാണുന്നത്. ആ 6 months ഈവൻ ഹി ഹാസ് ഫോക്കസ്ഡ് മോർ ഇൻ ടു ഹിസ് ഹെൽത്ത്. ഈ ഒരു സ്മൈൽ ക്രിയേറ്റ് ചെയ്ത ചേഞ്ച് അവന്റെ ഈവൻ ലൈഫ് ഹാബിറ്റ്സിൽ വരെ അവൻ കൊണ്ടുവരാൻ ശ്രമിച്ചു. അവന്റെ സ്മൈൽ ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഹി സ്റ്റാർട്ട് മോർ ഫോക്കസിങ് ഓൺ നമ്മൾ ഒത്തിരി നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. നമ്മൾ എത്രയും ബെറ്റർ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മളിലേക്കുള്ള കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യും എന്നുള്ള റിയലൈസേഷൻ വരെ ആ ചെറുപ്പക്കാരനുണ്ടായി. ഇൻ 6 months സ്പാൻ അവൻ ഇൻ ദ ലുക്സ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി, വളരെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് ഷിഫ്റ്റ് ആയി. അപ്പോ ഞാൻ പ്രോബ്ലി ഞാൻ ചെയ്താണോ എന്നറിയില്ല, ലൈക്ക് എന്റെ ഒരു ചെറിയൊരു ഹെൽപ്പ് അവന്റെ ലൈഫിൽ ആ തോട്ട് പ്രോസസ് തന്നെ ചേഞ്ച് ചെയ്യിപ്പിച്ചു. ഒരു ബ്യൂട്ടിഫുൾ സ്മൈൽ അവന് വന്നപ്പോ തന്നെ അവന്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയി, അവൻ ബിക്കം മോർ കോൺഫിഡന്റ്. ഹൗ ഹി പ്രസന്റ് ടു ദ ക്രൗഡ് ചേഞ്ച് ചെയ്തു. ആൻഡ് ഹി സ്റ്റിൽ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് മീ, ലൈക്ക് ഹി ഈസ് വെരി ഹാപ്പി അബൌട്ട് വാട്ട് ഐ ഗിഫ്റ്റഡ് ടു ഹിം. That is one situation.